ഇപ്പോഴും സ്വന്തം പെണ്ണിനെ തല്ലുന്നവരുണ്ട്, പേടിച്ച് ജീവിക്കുന്നവരുണ്ട്. കയ്യിലും കാലിലും മുറിവ് പറ്റി അടിയുടെ പ്രാണന്റെ വേദനയോടുകൂടി അതേ ഭർത്താവിന് ഒറ്റിക്കൊടുക്കാതെ സ്വന്തം വാപ്പാനെ മാത്രം ചിന്തിച്ച് തിരിച്ചുപോയ വാപ്പയുമ്മയും കരയല്ലോ എന്നുള്ള പേടിയുണ്ട് മക്കളെ മുൻപിൽ അഭിനയിച്ച് ജീവിക്കുന്ന ഭാര്യമാര് നമ്മളെ വീട്ടിലുണ്ട്. ആ ഭാര്യനോട് ചെയ്യുന്നതിന് ദുനിയാവിൽ ഒരാൾ പകരം ചോദിച്ചിട്ടില്ലെങ്കിലും പടച്ചോൻ പറഞ്ഞൊരു വാക്കുണ്ട്, നാളെ റബ്ബിന്റെ കോടതിയിൽ വഅലൈഹിന്ന ഹഖ്കുൻ. അവളെ കണ്ണൊന്ന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, അവളെ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവളെ ശരീരമൊന്ന് നൊന്തിട്ടുണ്ടെങ്കിൽ, 10-20 കൊല്ലം പ്രാണനെ പോലെ ഒരു വാപ്പയുമ്മയും പൊഴറ്റി വളർത്തിക്കൊണ്ടുവന്ന് നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്ന പെണ്ണിനെ നീ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ, നിനക്ക് പടച്ച റബ്ബിന്റെ കോടതിയിൽ മാരകമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ആ പെണ്ണിനെ തല്ലരുതെന്ന് പറയുന്നത്. തെറി വിളിക്കരുത്. ഇന്നെന്തൊക്കെ തെറിയാ വിളിക്കുക. ഓരോരുത്തരും പരാതി പറയാറുണ്ട്, വാ തുറന്നാ പിന്നെ കായും പൂവും. ഇങ്ങനെ പറയുന്നതിന് എനിക്ക് വിഷമമുണ്ട്. മരിച്ചോയ വാപ്പാനെ പറയും, സാധു എന്നോ മരിച്ചോയതായിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു കാലം മുൻപോ അല്ലെ കല്യാണം ശേഷമോ മരിച്ചോയതാണെങ്കിലും സ്വന്തം വാപ്പനെയൊക്കെ മരിച്ചോയ വാപ്പാരെയൊക്കെ മുഖത്ത് നോക്കി പറയാന്ന് പറഞ്ഞാലേ അവനാന്റെ നേരെ അത് പറയുമ്പോഴേ നമുക്കൊക്കെ അതിന്റെ ഒരു വേദന വരൂ. ഒരുപക്ഷെ പെണ്ണിനോട് അത് പറയുമ്പോൾ തിരിച്ചു പറയൂല, തിരിച്ചു പറയാനോളെ നാവ് പൊന്തൂല. പക്ഷെ നമ്മളെ നേരെ മറ്റൊരാൾ അത് പറയുമ്പോൾ നമ്മളെ നെഞ്ചത്ര പെടയുന്ന് ചിന്തിക്കണം. നമ്മൾ കൂട്ടിക്കൊണ്ടുവന്ന് സപ്രപഞ്ചക്കട്ടിലിൽ സ്വർഗീയ സുഖം കൊടുത്ത് വളർത്തുന്ന മോളാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ശരി, സ്വന്തം വാപ്പാനെയൊക്കെ തെറി പറയുമ്പം ഏത് പെണ്ണിന്റെ നെഞ്ചകം ഒന്ന് പൊള്ളുന്നുണ്ട്.